ഇന്നലെ ഞായറാഴ്ചയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നാട്ടിലായ കാരണം ഞായറാഴ്ചകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കായിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ആണ് നമുക്ക് ഓർമ്മ വന്നത് എന്നൊരു ഹൗസ് വാമിങ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ എൻ്റെ കസിനെ വിളിച്ചു. അവൻ്റെ വണ്ടിയിലുണ്ട് നമ്മൾ പോണത്, കൊടകരയിലായിരുന്ന പരിപാടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. റോഡ് പണി ആയതുകൊണ്ട് വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പരിപാടി നടക്കണോടത്ത് എത്തിയിട്ടാ. നമ്മൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ കറക്റ്റ് ടൈമിനാണ് എത്തിയത്. അതിനുശേഷം നമ്മൾ അനോഷേട്ടനെ കണ്ട് പ്രസൻ്റ് ഒക്കെ കൊടുത്ത് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി കണ്ടു കേട്ടോ. അപ്പോൾ നൈസ് വീടായിട്ടുണ്ടായിരുന്നു, അടിപൊളി ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വിട്ടു കേട്ടോ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം കൂടെ മേടിച്ച് കഴിച്ചോട്ടെ എല്ലാവരും. ഫുഡ് അടിക്ക് കഴിഞ്ഞ് നമ്മൾ അനോഷേട്ടനെ കണ്ട് സംസാരിച്ച് നേരെ വീട്ടിലേക്ക് പോകണം തിരിച്ച്. അങ്ങനെ നമ്മൾ ഇരിഞ്ഞാലക്കുട എത്തിയപ്പോൾ ആതിരയ്ക്കും ഐശ്വര്യക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ചായക്കടയ്ക്ക് എടുത്തിട്ട് വണ്ടി. 9 മണി കഴിഞ്ഞ കാരണം കേട്ടോ നമ്മൾ ചായക്കടയിൽ പോയത്. അല്ലെങ്കിൽ നമ്മൾ നേരെ ബീവറേജിലേക്ക് പോകേണ്ട നമ്മളായിരുന്നു. എന്താ ചെയ്യാൻ, നേരം വൈകി. ഓരോ ചില്ല് ബീറടിക്കാന്ന് വെച്ച് പോയതായിരുന്നു. ഇപ്പം ചായക്കടയുടെ മുന്നിലെത്തി നമ്മൾ. ഞങ്ങൾ ഓർഡർ ചെയ്തത് 4 മുഹബത്ത് സുലൈമാനിയാണ് കേട്ടോ. മുഹബത്ത് സുലൈമാനി ഇതുവരെയായിട്ട് കുടിച്ചില്ലേ. അപ്പോൾ ഒന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ നിൽക്കുന്ന ചേട്ടന് ചായ അടിച്ചടിച്ച് കൈ കഴിക്കണ്ടെന്നാണ് ഞാൻ നോക്കി നിൽക്കുന്നത് കേട്ടോ. അതിന് മാത്രം ആൾക്കാരാണ് ഇവിടെ ചായ കുടിക്കാൻ വൈകുന്നേരം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ചായ പുള്ളിക്കാരെ 2 മിനിറ്റ് കൊണ്ട് അടിച്ചു കേട്ടോ. ഒടുക്കത്തെ സ്പീഡാണ് ആൾക്ക് ചായ അടിച്ചടിച്ചടിച്ച്. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിട്ടാ. അവിടെ പോയപ്പോൾ ബൂബുവിന് ബോൾ വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിട്ട് കടയിൽ നിന്ന് ഒരു ബോൾ മേടിച്ചു കൊടുത്തു. എന്നിട്ട് കുറേ നേരം അമ്പലത്തിൻ്റെ അവിടെ തട്ടി കളിച്ചു കേട്ടോ. അത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവനെ വലിയൊരു ഫുട്ബോൾ കളിക്കാരനാണ് അവൻ്റെ അച്ഛൻ പറയണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കലാസ്.